തമിഴ്നാട്ടിലൊരു കല്യാണത്തിൻ്റെ ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയിട്ട് നമ്മൾ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 9 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. 7 മണിക്കാണ് ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 6:45 അവിടെ എത്തിയത് കേട്ടോ. അവിടുന്ന് രാവിലെ പോയതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ടീം മൊത്തത്തിൽ വണ്ടിയിലൊക്കെ കയറി തിരിച്ച് പോരുകയാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഈ ടൗൺ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കാട് പോലത്തെ ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. കടന്ന സമയത്തൊക്കെ നമ്മുടെ മുന്നിലൊക്കെ കുറേ വണ്ടികളുണ്ടായിരുന്നു. സ്ലോയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിലും വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ, സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിലോ പിന്നിലോ ഒന്നും വണ്ടികളില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ വരുന്ന വണ്ടികൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ ഡ്രൈവർ പറഞ്ഞു ആന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് പറഞ്ഞു തീർന്നില്ല, ദോണ്ടേ ദാ നിൽക്കുന്നു ഒരു കൊമ്പനാന. ആ ആന ജസ്റ്റ് മിസ്സായിട്ട് റോട്ടുമെന്ന് അങ്ങോട്ട് നീങ്ങി നിന്നുകൊണ്ട് നമ്മളെ വണ്ടിക്ക് പോകാൻ പറ്റി. അതോടുകൂടി പിന്നിൽ ഉറങ്ങി കിടന്നിരുന്ന കൊട്ടയും വട്ടിയും ചട്ടിയും എല്ലാം കൂടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ആനേനെ കാണാൻ വേണ്ടിയിട്ട്. എന്ത് കാര്യമുണ്ട്. പിന്നെ ആനേനെ കുറേ നേരത്തിനൊന്നും കണ്ടില്ല കേട്ടോ. വിജനമായ റോഡാണ്, അതാണ് ഏറ്റവും അഡ്വഞ്ചർ ആയിരുന്നു. തിരിച്ചു പോരുമ്പോൾ നമ്മൾ ഇത്രയും അഡ്വഞ്ചർ ആണെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും കാണിക്കാതെ അങ്ങനെ ഒതുങ്ങിയിരുന്നതാണ്. പിന്നെ ഏതാണ്ട് ഒരു ചെക്ക് പോസ്റ്റ് എത്തി, അത് കടന്നു. വീണ്ടും നമ്മൾ പോകുമ്പം ഒരു വണ്ടിയിൽ വന്ന ആൾക്കാർ പറഞ്ഞു ആനയുണ്ടെന്ന് പറഞ്ഞത് സത്യമായിരുന്നു. 3 ആനകളായിരുന്നു. ഒന്ന് ഈ ആന, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ റോഡിൽ നിന്ന് മാറിയിട്ട് 2 ആന. അത് നേരിട്ട് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഈ നിഴലിൽ 2 ആനകളുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ 3 ആനകൾ. ആകെ മൊത്തം ടോട്ടൽ നമ്മൾ 4 ആനകളെ കണ്ടു, 4 കാട്ടാനകളെ കണ്ടു. 4 കാട്ടാനകളും നമുക്ക് വേണ്ടിയിട്ടെന്ന പോലെ റോട്ടിൽ നിന്ന് ഇച്ചിരി അങ്ങ് നീങ്ങി നിന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ പോരാൻ പറ്റി. കുറച്ച് ദിവസം മുമ്പല്ലേ നമ്മൾ ഈ ഡ്രൈവർ തന്നെ ഈ വഴിക്ക് കൂടെ വരുമ്പോൾ 1.5 മണിക്കൂറാണ് ഒരു ആന റോട്ടിൻ്റെ നടുവിൽ നിന്ന് മൂപ്പരെ സ്വീപ്പാക്കിയതെന്നാണ് പറഞ്ഞത്. ഇമ്മക്ക് എന്തായാലും തടി കഴിച്ചിലായി കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം.